ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, അങ്ങേക്ക് 7 മിനിറ്റ്. നന്ദി പ്രമേയത്തെ പിന്തുണയ്ക്കുന്നു. കേരളം കഴിഞ്ഞ 10 വർഷം കൊണ്ട് സാമൂഹികമായി നടത്തിയ മുന്നേറ്റം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. നവകേരള സൃഷ്ടിക്കായി സർക്കാർ നടപ്പിലാക്കിയ പല വികസനക്ഷേമ പദ്ധതികളും ഇന്ത്യയിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നവയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ എന്നീ മേഖലകളിൽ കേരളം നടത്തിയ ഇടപെടലാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിയത്. പ്രകടനപത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്ന കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് വഴി ജനങ്ങളെ അറിയിക്കുന്നു. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അധികാരികൾ എന്ന ഇടതുപക്ഷ നയം ഊട്ടിയുറപ്പിക്കുന്ന നടപടികളാണ് ഇത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തി തകർക്കാൻ ശ്രമിക്കുമ്പോഴും സംസ്ഥാന പദ്ധതി വീതത്തിൻ്റെ 28% തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്നു. അധികാര വികേന്ദ്രീകരണത്തിന് ഉത്തമ മാതൃകയായി മാറുകയാണ് സർക്കാർ. കേന്ദ്ര സർക്കാർ മറ്റൊരു സംസ്ഥാനത്തിനോടും കാണിക്കാത്ത സാമ്പത്തിക വിവേചനമാണ് കേരളത്തോട് കാണിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ ഇപ്പോൾ അവിടെ എൻ്റെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഇവിടെ ചൂണ്ടിക്കാണിച്ചു, സമരം ചെയ്യേണ്ടിയിരുന്നത് ഇവിടെയല്ല ഡൽഹിയിലാണെന്ന്. ഡൽഹിയിൽ സമരം നടത്തി. എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയോ പ്രതിപക്ഷത്തെ ഒരു മെമ്പറെങ്കിലും ആ സമരത്തിൽ പങ്കെടുത്തില്ല എന്നുള്ള കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ വിവേചനം നിങ്ങളാണ്. ശരിക്കും ഒരൊറ്റ MP-മാരും 18 MP-മാരുണ്ടായിട്ട് ഒരു ആൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് വസ്തുത. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അതൊന്നും. ജനുവരി മുതൽ മാർച്ച് വരെ ലഭിക്കേണ്ട 12,000 കോടി രൂപയിൽ 6,000 കോടിയോളം വെട്ടിക്കുറച്ചു. കേന്ദ്ര പദ്ധതികളിൽ 5,650 കോടി രൂപയാണ് വെട്ടിക്കുറച്ചിട്ടുള്ളത്. GST പരിഷ്കരണം മൂലം 8,000 കോടി വരുമാന നഷ്ടമാണ് നമ്മുടെ സംസ്ഥാനത്തിന്. ഏതാണ്ട് ഒരു വർഷം എല്ലാം കൂടി 20,000 കോടി രൂപയുടെ സഹായമാണ് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. വയനാട് ദുരന്ത മുഖത്ത് കേന്ദ്ര സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നു. കേന്ദ്ര സാമ്പത്തിക നയത്തിനെതിരെ സംസ്ഥാനം ശക്തമായ പ്രതിരോധം തീർക്കുകയാണ്. നിയമപരമായി ചോദ്യം ചെയ്യുന്ന സ്ഥിതി പോലുമുണ്ടായി. സംസ്ഥാനത്തെ ദ്രോഹിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ UDF ഒരക്ഷരം മിണ്ടുന്നില്ല. UDF കേന്ദ്ര സർക്കാരിന് ചൂട്ടുപിടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ കേന്ദ്രം തയ്യാറായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് കേന്ദ്രം ഇടപെടുകയാണ്. എന്നാൽ പാർലമെൻറ്റിൽ ഇത്തരം വിഷയങ്ങളിൽ UDF MP-മാർ മൗനം പാലിക്കുന്നു. BJPയെ സഹായിക്കുന്ന നയമാണ് കേരളത്തിലെ UDF ചെയ്യുന്നത്. സംസ്ഥാനത്തിൻ്റെ എല്ലാ വികസന പദ്ധതികളെയും UDF കണ്ണടച്ചെതിർക്കുകയാണ്. ഇടതുപക്ഷ സർക്കാരിനെതിരെ പെരും നുണകൾ പ്രചരിപ്പിക്കുകയാണ് UDF. SIR പോലും സംസ്ഥാന സർക്കാർ നടപടിയായാണ് എന്ന തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF പ്രചരിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് UDF. ശബരിമല വിഷയത്തിൽ കൃത്യമായ നിലപാടുകളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നു. ഒരു കുറ്റവാളിയെയും സംരക്ഷിക്കുക ഇല്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കേസിലെ പ്രധാന സൂത്രധാരകന്മാരെ സംരക്ഷിക്കാനായി UDF ശ്രമം. വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം ഒരുക്കിയതും വിശ്വാസം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതും LDF സർക്കാരാണ്. പോറ്റിമാരെ ജയിലിലടച്ചത് ഇടതുപക്ഷം കേരളം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. പശ്ചാത്തല വികസന മേഖലയിൽ കിഫ്ബി വഴി ഉണ്ടാക്കിയ കുതിച്ചുചാട്ടം വിസ്മയകരമാണ്. ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് സർക്കാരിൻ്റെ ഇച്ഛാശക്തി പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അവിടെ നമ്മുടെ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചു അവരുടെ കാലത്തുണ്ടായ വികസനങ്ങൾ. ഈ ദേശീയപാത അന്ന് നിലവിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ഇവരുടെ ഒരൊറ്റ നയം കൊണ്ടാണത് അന്ന് വരാതിരുന്നത്. ഇതെന്നോ നടപ്പിലാക്കാൻ കഴിയുന്നതായിരുന്നു. പിണറായി വിജയൻ അധികാരത്തിൽ ഏറ്റെടുത്തതിന് ശേഷം 5,800 കോടി രൂപയോളം കെട്ടിവെച്ചുകൊണ്ട്, അതായത് അക്വിസേഷൻ നടത്തുന്ന ഭൂമിയുടെ 25% തുക കെട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് കെട്ടിവെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അത്രയും വേഗം നടപ്പിലായിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു. ഗെയിൽ പൈപ്പ് ലൈന് കോഴിക്കോട് ജില്ലയിലാണ്. എത്ര കാലം സമരം നടന്നു. UDF സർക്കാർ അധികാരത്തിലിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിണറായി വിജയൻ അധികാരത്തിൽ ഏറ്റെടുത്തോടുകൂടി അത് യാഥാർത്ഥ്യമാക്കി എന്നുള്ളത് നമുക്ക് എത്രയോ പേർക്ക് പ്രയോജനം കിട്ടുന്നത്. പശ്ചാത്തല വികസന മേഖലയിൽ കിഫ്ബിയുമായി ഉണ്ടായ കുതിച്ചുചാട്ടം വിസ്മയകരമാണ്. ദേശീയപാത നിർമ്മാണം, അതുപോലെ കോഴിക്കോട് നഗരത്തിൽ വികസന കുതിപ്പിന് നാഷണൽ ഹൈവേ നിർമ്മാണം ഒരു പ്രത്യേക ഘടകം തന്നെയാണ്. നഗരപാത വികസന പദ്ധതി, വഴിയോരത്തിലെ റോഡുകളുടെ വികസനം നഗരത്തിലെ ധൃതിയിലാക്കി. മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. 133 കോടി രൂപയാണ് നിർമ്മാണ
ത്തിന് മാത്രമായി ചെലവഴിച്ച് ഈ ഏകദേശം 20 കൊല്ലത്തോളമായി അതിൻ്റെ അക്വിസിഷൻ നടപടികൾ ആരംഭിച്ചു. പക്ഷേ UDF ഭരിക്കുന്ന കാലത്ത് അതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. LDF സർക്കാർ ഈ 10 വർഷം കൊണ്ടാണ് നമുക്കത് മുഴുവൻ മൊത്തമായിട്ട് പൂർത്തിയാക്കി നമ്മൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. ആരോഗ്യ മേഖലയിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ കോഴിക്കോട് ഇപ്പോൾ 550 കോടി റുപ്യ ചെലവഴിച്ചുകൊണ്ട് പുതിയ അവയവമാറ്റ ശസ്ത്രക്രിയക്കുള്ള ഏറ്റവും ഇന്ത്യയിലെ ആദ്യത്തെ ആശുപത്രി. നമുക്ക് വികസന നേട്ടങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക നിലയിൽ. അതേപോലെ തന്നെയാണ് കനാൽ സിറ്റി പദ്ധതി, വിദ്യാഭ്യാസ കോംപ്ലക്സ്, ബീച്ച് സൗന്ദര്യവൽക്കരണം, സരോവരം, ബയോപാർക്ക് എന്നീ നഗരവികസന കുതിക്കുന്ന പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടത്. തീരദേശ മലയോര ഹൈവേകളുടെ നിർമ്മാണം കൂടി പൂർത്തിയാകുന്നതോടെ കോഴിക്കോട് നഗരത്തിന് സമാനമായ വികസന പദ്ധതികളുള്ള നഗരമായിട്ട് മാറുകയാണ്. ഭൂമിയില്ലാത്തവരുടെ ഭൂമിയുടെ അവകാശികളാക്കി ഈ സർക്കാർ 10 വർഷം കൊണ്ട് 4,11,958 പട്ടയങ്ങളാണ്. ഇതൊരു ചരിത്രമാണ്. 10 വർഷമായി പവർ കട്ട് എന്തെന്ന് മലയാളികൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ വ്യവസായ മന്ത്രി ഇവിടെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചു. ഈ കേരളത്തിലേക്ക് വ്യവസായങ്ങൾ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒരു സർവ്വസാധാരണമായിരുന്നായിരുന്നു ഇതിന് മുമ്പുണ്ട 10 വർഷങ്ങൾക്ക് മുമ്പ്. അത് മുഴുവൻ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. KSRTC നഷ്ടത്തിൽ നിന്നും കരകയറ്റാൻ സർക്കാരിന് കഴിഞ്ഞു. ഗതാഗത മേഖലയിൽ KSRTCയുടെ വളർച്ച സംസ്ഥാനത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. മികച്ച പോലീസ് സംവിധാനമുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഒരു വർഗീയ കലാപം പോലും ഇല്ലാത്ത സംസ്ഥാനമായി നമ്മുടെ നാട് മാറി. കേരളത്തിൻ്റെ മതേതര സ്വഭാവം തകർക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് എല്ലാ വർഗീയ ശക്തികളുമായി UDF സന്ധി ചെയ്യുന്നു. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ ശക്തികളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും സഖ്യകക്ഷികളാക്കി. കോഴിക്കോട് കോർപ്പറേഷനിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഒരു ചെയർപേഴ്സൺ സ്ഥാനം BJPക്ക് കിട്ടാൻ പല വാർഡുകളിലും. ഒരു കാര്യം കൂടി സാർ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്നുള്ള പൊതുവായിട്ട് എല്ലാവരുടെയും അഭിപ്രായം മാറ്റി തന്നെ അതിനെ കാണേണ്ടതുണ്ട്. കഴിഞ്ഞ ഈ 4 വർഷം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത എല്ലാ പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് മുൻപേ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതേപോലെ തന്നെ കലോത്സവങ്ങൾ കൃത്യമായിട്ട് ഒരാക്ഷേപത്തിനും വിധേയമല്ലാത്ത വിധത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒരുപാട് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞു. തീർത്തും അങ്ങേ ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു.